ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാധവനെ വന്ദനയൊക്കെ അറിയിക്കണം. അവര് വിചാരിച്ചാലേ ഈ വിക്രമനെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റൂ. അച്ഛമ്മ പ്ലീസ്, ഏട്ടന്റെ ഈ സ്വഭാവം ഒരു കാരണവശാലും അച്ഛനും അമ്മയും ചേച്ചിയും ഒന്നും അറിയരുത്. നിരഞ്ജനൊരു തലവേദനയായിട്ട് മാറുക. ഉടനെ അവന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. എന്നെ കൊന്നില്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലും. അവനെ കൊല്ലുകയല്ലാതെ വേറെ മാർഗമില്ല. വർഷേ, സോറി വർഷേ. ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ ചെയ്തു പോയത്. എന്നോട് പൊറുക്കണം. മുത്തശ്ശി, എനിക്ക് മാപ്പ് തരണം. നീ എത്രയൊക്കെ മാപ്പ് അപേക്ഷിച്ചാലും വർഷമോളെ ഉപദ്രവിച്ചത് ഒട്ടും ശരിയായില്ല. ഭർത്താവിന്റെ അധികാരങ്ങളൊക്കെ ഉപയോഗിക്കാം, പക്ഷെ അത് സമയവും സന്ദർഭവും ഒക്കെ നോക്കി വേണം. ഗർഭിണിയായ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ തലോടൽ പോലെ ആശ്വാസം മറ്റൊന്നില്ല. അപ്പോഴാണോ തല്ലി നോവിച്ച് പൊറുക്കാനാവാത്ത തെറ്റായിപ്പോയി നീ ചെയ്തത്. എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഒരിക്കലും ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. വർഷം ഞാൻ ഉപദ്രവിക്കില്ല. സത്യം. മുത്തശ്ശിയാണ് സത്യം. അതെ മോനെ, തെറ്റ് തുറന്ന് സമ്മതിക്കുന്നതാ ഏറ്റവും വലിയ പ്രായശ്ചിത്തം. നിന്നോട് അച്ഛമ്മ ക്ഷമിച്ചു. അത് മതി, എനിക്കത് മതി. മോളെ എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. എല്ലാം നശിപ്പിക്കാനായിട്ട് കലിതുള്ളി നടന്ന വിക്രമാണ് ഇപ്പൊ പോയത്. അവൻ പല നേരത്ത് പല സ്വഭാവത്തിൽ പെരുമാറുന്നത് എന്തുകൊണ്ടാ? അതിന് കാരണമുണ്ട് അച്ഛമ്മേ. ശരിക്കു പറഞ്ഞ ഏട്ടനൊരു പാവാ. ഏട്ടൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങളാ ഏട്ടനെ ഇത്തരത്തിൽ മാറ്റിയത്. ശരിയായിരിക്കും. ഞാൻ വന്ന അന്നു മുതൽ വിക്രമനെ ശ്രദ്ധിക്കുക. ഈ വിഷയം ഇങ്ങനെ പൊതിഞ്ഞു വെച്ചാൽ ശരിയാവില്ല. മാധവനെ വന്ദനയൊക്കെ അറിയിക്കണം. അവര് വിചാരിച്ചാലേ ഈ വിക്രമനെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റൂ. അച്ഛമ്മ പ്ലീസ്, ഏട്ടന്റെ ഈ സ്വഭാവം ഒരു കാരണവശാലും അച്ഛനും അമ്മയും ചേച്ചിയും ഒന്നും അറിയരുത്. അവരുടെ മനസ്സമാധാനം കൂടി ഇല്ലാതാക്കരുത് അച്ഛമ്മേ. അല്ലാതെ തന്നെ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് പാവങ്ങള്. മോളെ എഴുന്നേറ്റേ, എഴുന്നേക്ക്, എഴുന്നേറ്റ്.
ഇപ്പൊ ചൂടൊക്കെ മാറിയമ്മേ. മോളെ, നീ അമ്മയെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്റെ മോൾക്ക് എന്തേലും വന്നാ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല. ദിയമോൾക്കൊന്നുമില്ല അമ്മേ. എന്റെ വന്ദനമ്മ വിഷമിക്കല്ലേ. മോൾ എന്തിനാ കരഞ്ഞത്? അത് വന്ദനമ്മ അച്ഛൻ വന്ന് ദിയമോളെന്ന് വിളിക്കുമ്പോല തോന്നി. വന്ദനമ്മേ, ദിയമോൾ ഒരു കാര്യം ചോദിച്ച സത്യം പറയോ? ഉം. എന്റെ അച്ഛനും അച്ഛമ്മയും ഇനി തിരിച്ചു തരുമോ വന്ദനമ്മേ? ചുക്കാപ്പി 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 ചായ് ചായ് ചായ്. അതെ ടീമൊക്കെ ചുക്കാപ്പി എടുക്കട്ടെ. ചുക്കാപ്പി ചുക്കാപ്പി. ദേ ഇതങ്ങോട്ട് കുടിച്ചാ പിന്നെ ഒരു കൊല്ലത്തേക്ക് ഒരു പനിയും വരില്ല. ദാ. കുടിക്കും മോളെ. എന്നാ കുറച്ചും കൂടി കുടിക്കും. വേണ്ട വന്ദനമ്മേ. കുറച്ചും കൂടെ കുടിക്കും മോളെ. വന്ദനയ്ക്കും കുടിക്കാൻ കേട്ടോ. അതെ ഈ ചുക്കാപ്പിക്ക് ഒരു കഥയുണ്ട്, അങ്ങള് പറഞ്ഞുതരാം. ആദ്യം മോളിത് കുടിക്കേ. അങ്കിള് കഥ പറ. അതെ പണ്ട് പണ്ട് ഒരിടത്ത് ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. ഈ രാജകുമാരിക്ക് ഒരു ആഗ്രഹം, ഒരു ചുക്ക് കാപ്പി കുടിക്കണമെന്ന്. ആ രാജ്യത്ത് ചുക്കാപ്പി ഉണ്ടാക്കാൻ ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജഗൻ അങ്കിള് ചുക്കാപ്പി ഉണ്ടാക്കി. ദേ ഇവിടെ നിന്നാലേ വന്ദന അമ്മ കഥ പറയുന്നത് കുളവാക്കും. വാ നമുക്ക് അപ്പുറത്ത് പോയിരുന്ന് കഥ പറയാം. മാനത്തെ കൊട്ടാ